പ്രിയ, CPM-നോട് കോടതി പറഞ്ഞോ സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുമെന്ന്? അങ്ങനെ കേൾക്കുന്നു. അതായത് ശരിയാണ്, അത് കോടതി ചോദിച്ചു. സ്വന്തം രാജ്യത്തെയല്ലേ നിങ്ങൾ സ്നേഹിക്കേണ്ടത്, നിങ്ങൾക്ക് ആരോടാണ് സ്നേഹം എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. അത് ബോംബെ ഹൈക്കോടതിയാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ പാലസ്തീൻ പ്രശ്നത്തിൽ ഒരു പ്രതിഷേധ റാലി നടത്താനായിട്ട് CPM അനുമതി ചോദിച്ചു. അപ്പോൾ അവിടുത്തെ പോലീസ് നിഷേധിച്ചു. മഹാരാഷ്ട്രയിലെ സംഭവം. അപ്പോൾ അനുമതി നിഷേധിച്ചപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ വിദേശ നിലപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് അത് ബാധിക്കാൻ സാധ്യതയുള്ളതിനാലാണ് ഈ പോലീസ് അനുമതി നിഷേധിച്ചത്. ആ അനുമതി നിഷേധിച്ചപ്പോൾ ഇവർ അതിനെതിരെ ഒരു ഹർജി കൊടുത്തു. അനുമതി നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ബോംബെ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കുന്നു. ആ ഹർജിയിലാണ് കോടതി ചോദിക്കുന്നത്, മൈലുകൾക്കകലെയുള്ള പാലസ്തീൻ പ്രശ്നത്തിലാണോ നിങ്ങൾ ഇടപെടേണ്ടത്, അതോ രാജ്യത്തിൻ്റെ സ്വന്തം പ്രശ്നങ്ങളിലാണോ? ഇവിടെ പ്രളയമുണ്ട്, മറ്റ് പ്രശ്നങ്ങളുണ്ട്, പ്രകൃതി പ്രശ്നങ്ങളുണ്ട്, സാമൂഹിക പ്രശ്നങ്ങളുണ്ട്, ഓരോരോ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് ജനങ്ങളുടെ ദുരിതം അകറ്റാനും അവരെ സഹായിക്കാനും ഒക്കെ അല്ലേ നിങ്ങൾ ശ്രമിക്കേണ്ടത് എന്നാണ് കോടതി ചോദിച്ചത്. ഈ മൈലുകൾക്കപ്പുറത്ത് കിടക്കുന്ന ഒരു രാജ്യത്തെ പ്രശ്നം അഭിസംബോധന ചെയ്യേണ്ടതാണോ ഉള്ളതാണോ, നിങ്ങളാണോ അത് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ കോടതി ചോദിച്ച മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഇടപെടൽ നടത്തി ഇങ്ങനെ ഓരോ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അത് രാജ്യത്തിൻ്റെ വിദേശ നയത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലേ എന്നും കോടതി ചോദിച്ചിട്ടുണ്ട്. അതായത് CPM-ന്റെ മുഖത്തേറ്റ അടിയാണ് ഈ കോടതി വിധി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഇതിൽ നമുക്ക് 3 കാര്യങ്ങൾ പരിശോധിക്കാം. 1, CPM-ന് രാജ്യത്തോടുള്ള നിലപാട്. 2, CPM എന്തിനു വേണ്ടി ഈ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നു എന്നുള്ളത്. 3, CPM-ന് ആരോടാണ് കൂറ് എന്നുള്ളത്. ഇപ്പോൾ ആദ്യത്തെ കാര്യം നമ്മൾക്കെടുക്കാം. CPM-ന് രാജ്യത്തിനോട് എന്ത് നിലപാടാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജ്യത്തെ കാര്യങ്ങളിലല്ല അവർക്ക് താല്പര്യം, അവർക്ക് ആഗോള പ്രശ്നങ്ങളിലാണ്. ഞങ്ങൾ ഈ പറയുന്ന ലോകത്തിൻ്റെ മൊത്തം പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യേണ്ടവരാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഒരു വ്യക്തി നന്നാവണം, പിന്നെ അവൻ്റെ വീട് നന്നാക്കണം, എന്നിട്ട് അവൻ്റെ വാർഡ് നന്നാക്കണം, അവൻ്റെ പഞ്ചായത്ത് നന്നാക്കണം, അവൻ്റെ സംസ്ഥാനം നന്നാക്കണം, അവൻ്റെ രാജ്യം നന്നാക്കണം. അങ്ങനെയാണ് പോകേണ്ടത്. എന്നിട്ടാണ് ലോകത്തിലേക്ക് കടക്കേണ്ടത്. ഇവരങ്ങനെയല്ല, ഇവർ നേരെ തിരിച്ചാണ്. ആദ്യം പ്രപഞ്ചം നന്നാക്കുക. സൂര്യനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവിടെ പോയി പരിഹരിച്ചിട്ട് വരാൻ ഞങ്ങളുണ്ട്, ഞങ്ങളുടെ കയ്യിൽ സ്പാൻഡർ, ചെറിയ സ്പാൻഡർ എടുത്ത മൊയ്തീനി എന്ന് പറഞ്ഞിട്ട് ഇവർ നേരെ പോകും. എന്നാലും സൂര്യൻ്റെ സ്ക്രൂ ഒക്കെ തിരുക്കി സ്പാൻഡർ കറക്റ്റ് ചെയ്തിട്ടാണ് ഇവർ അവിടെ നിന്ന് തിരിച്ചു വരുന്നത്. ഇവർ വന്നിട്ട് ഇവിടെ വന്ന് അടുത്ത ലോകം നന്നാക്കും. ഭൂമി മൊത്തം നന്നാക്കണമല്ലോ. അപ്പോൾ ഭൂമിയിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ട് പിന്നെ രാജ്യത്തേക്ക് ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് സംസ്ഥാനം, അത് കഴിഞ്ഞിട്ട് ഇവർ സ്വയം നന്നാവുകയുള്ളൂ. അതുവരെ ഈ പറയുന്ന ചെകുവര ഇരിക്കും പോലെ ചുരുട്ടും വലിച്ചൊക്കെ ഇരിക്കുക, അവർക്ക് പ്രശ്നമൊന്നുമില്ല. ഇതാണ് ഇവരുടെ നിലപാട് എന്നുള്ളതാണ്. രാജ്യത്തിന് വേണ്ടി നിലനിൽക്കണോ, രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ സംസാരിക്കണോ? ഇവർ എവിടെയായിരുന്നു ഈ പറയുന്ന രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് എടുത്ത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാശ്മീരിലെ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കാശ്മീരിലെ ഒരു പ്രശ്നത്തിൽ മാത്രമേ ഇവർ ഇടപെട്ടുള്ളൂ. അവിടെ 370 റദ്ദാക്കിയതിനെതിരെ ഇടപെടും. പക്ഷേ അവിടുത്തെ കാശ്മീരി പണ്ഡിറ്റുകളുണ്ടായിരുന്നു, അവരെ വംശഹത്യ ചെയ്തതിനെതിരെ ഇവർ ഇടപെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇടപെട്ടിട്ടില്ല. ഇവരെവിടെയൊക്കെ ഇന്ത്യയിലെ ജനങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ടോ, ദേശസ്നേഹികൾ ആക്രമിക്കപ്പെടുന്നുണ്ടോ അവിടെ നിൽക്കില്ല. ഇവർ ജിഹാദികൾക്കൊപ്പം നിൽക്കും. ഈ പറയുന്ന നമുക്കറിയാം ഗോദ്ര തീവയ്പ് കേസ്, അതിനെ ഇവരെങ്ങനെയാണ് കാണുന്നത്? ഗോദ്ര തീവയ്പ് കേസ് ഒരിക്കലും അംഗീകരിക്കില്ലെന്നേ. മലബാർ കലാപം, മാപ്പിള ലഹള ഒരിക്കലും അംഗീകരിക്കില്ല. ഇവർ ഈ പറയുന്ന വംശഹത്യ ഇവിടങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവർ അംഗീകരിക്കില്ല. പ്രഥമ ഹീറോയാണ്. അതാണ് CPM-ന്റെ നിലപാട് എന്നുള്ളതാണ്. വാര്യംകുന്നനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. ആരാണ് വാര്യംകുന്നൻ? ഹിന്ദു വംശഹത്യ നടത്തിയ ആളാണ്. അത് തെറ്റാണെന്ന് സമ്മതിക്കാൻ തയ്യാറാണോ എന്നുള്ളിടത്താണ് അടുത്ത ചോദ്യം. അത് തെറ്റാണെന്ന് സമ്മതിക്കണം. അതിന് പകരം വീട്ടാനോ പകരം ചോദിക്കാനോ ഒന്നും ആരും പോകാനൊന്നും ഇവിടെ ഇല്ല. ആർക്കും അതിനുള്ള നേരവും ഇല്ല. അത് ഒരിടത്തും തന്നെ ചോദിക്കുന്നുമില്ല. ഇവിടെ നടക്കുന്ന പ്രത്യക്ഷത്തിൽ ആ സമയത്ത് എന്തെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള മതങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നല്ലാതെ രാജ്യമോ രാജ്യസ്നേഹികളോ ദേശീയവാദികളോ ആരും തന്നെ ഇത്തരം പ്രശ്നങ്ങളിലൊന്നും ഇടപെടാനും അത് വലുതാക്കാനും ഒന്നും നടക്കാറില്ല. ഇതൊക്കെ സമൂഹത്തിന് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളാണ് എന്നുള്ളത് അറിയാം. പക്ഷേ ഇവിടെ ഈ പറയുന്ന പലസ്തീനിലെ പ്രശ്നം മുസ്ലിങ്ങളുടെ പ്രശ്നമായതുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് CPM ഇത് ചെയ്യുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. എന്താണ് ഇവർ ഈ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ, പാലസ്തീനെ ആക്രമിക്കുന്നത് ഇല്ലെങ്കിൽ പാലസ്തീൻ്റെ പ്രശ്നത്തിലെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഇസ്രയേലാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇവരെന്ത് യമനിൽ ഈ പ്രശ്നത്തിൽ ഇടപെടില്ല? യമനിൽ ഹൂത്തികളും അവിടുത്തെ വിമതനും തമ്മിൽ പ്രശ്നം നടക്കുന്നുണ്ടല്ലോ, അവിടെ ഇടപെടില്ലല്ലോ. ഈ ഡ്രോട്സും ഈ പറയുന്ന സിറിയയിലെ ജനങ്ങളും തമ്മിൽ പ്രശ്നമുണ്ടല്ലോ, അവിടെ ഇടപെടില്ലല്ലോ. അഹമ്മദിയയും സുന്നികളും തമ്മിൽ പാകിസ്ഥാനിൽ പ്രശ്നമുണ്ടല്ലോ, അവിടെ ഇടപെടില്ലല്ലോ. ഈ പറയുന്ന ഇറാഖിൽ ഷിയയും സുന്നിയും തമ്മിലുണ്ടല്ലോ, അവിടെയൊക്കെ ഇവർ മൗനം ഭജിക്കും.
ഇവിടെ അവർക്ക് മനുഷ്യസ്നേഹമാണ് CPM-ന് പ്രധാനമെങ്കിൽ ഈ പ്രദേശത്തുള്ള മുഴുവൻ പ്രശ്നങ്ങളിൽ ഇടപെടണ്ടേ, അതിനെല്ലാം ഐക്യദാർഢ്യ റാലി നടത്തണ്ടേ? ഇതെന്തുകൊണ്ടാണ്? മനുഷ്യസ്നേഹമല്ല, മതസ്നേഹമാണ്. മതപ്രീണനത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭമാണ്. അപ്പോൾ ചോരയുടെ ലാഭത്തിൽ നിന്ന് ഈ പറയുന്ന രുചി നക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു നിലപാടാണ് അവർക്കുള്ളത് എന്നുള്ളത് ഇതിൽ ഏറ്റവും വ്യക്തമാണ്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ റഷ്യ ഉക്രൈൻ പ്രശ്നത്തിൽ ഇവർ എന്താണ് നിലപാടെന്നുള്ളത് പറഞ്ഞേനെ, അത് പറയുന്നില്ല. ഉയ്ഗുർ മുസ്ലിങ്ങൾ ഈ പറയുന്ന ചൈനയിൽ നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്നു, അവരുടെ പ്രശ്നത്തിനകത്ത് നിലപാട് പറയില്ല. ഇത്തരം പ്രശ്നങ്ങളിലൊന്നും തന്നെ ഇവർ നിലപാട് പറയില്ല. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ വേട്ടയാടപ്പെട്ടാൽ ഇവർ നിലപാട് പറയില്ല. ഇങ്ങനെയുള്ള ചില നിലപാടുകൾ മാത്രമാണ് CPM എടുക്കാറുള്ളത്. അവർ ഏകപക്ഷീയമായിട്ടുള്ള ചില സന്ദർഭോചിതമായി തങ്ങളുടെ രാഷ്ട്രീയ നയത്തിന് എന്ത് ഗുണം ലഭിക്കുന്നു, എങ്ങനെ മെച്ചം വരുത്താം എന്നുള്ളിടത്ത് മാത്രം ഇടപെടുന്ന ആൾക്കാരാണ്. തായ്വാൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യത്തിന് മേൽ, ഒരു സ്വതന്ത്ര ജനതയ്ക്ക് മേൽ ചൈന നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ പറ്റി മിണ്ടില്ല. ടിബറ്റിലെ ജനങ്ങളെ നിരന്തരമായി ബുദ്ധ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നതിലോ അവരെ ഒറ്റപ്പെടുത്തുന്നതിലോ അവരുടെ സ്വയംഭരണാവകാശത്തെ തട്ടിയെടുക്കുന്നതിലോ മിണ്ടില്ല. 370 മേൽ മിണ്ടും. ഈ പറയുന്ന പോലെ ബലൂച്ചിലെ ജനങ്ങൾ നിരന്തരമായി പാകിസ്ഥാൻ ആർമിയുടെ കൊലക്കത്തിക്ക് ഇരയാകുന്നതിനെ പറ്റി മിണ്ടില്ല. പകരം ഇവരെന്ത് പറയും? ഇവർ ഇന്ത്യയിലെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടും. ഇതാണ് CPM-ന് പൊതുവെയുള്ള നിലപാട്. മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കണം, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കണമെങ്കിൽ ഇവരെന്തുകൊണ്ട് ഹിസ്ബുള്ളക്കെതിരെ നിൽക്കുന്നില്ല? എന്തുകൊണ്ട് ഹമാസിൻ്റെ തീവ്രവാദ പ്രവർത്തനത്തിനെതിരെ നിൽക്കുന്നില്ല? എന്തുകൊണ്ട് ഈ പറയുന്ന ISIS നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ അവർ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ, അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീ വിമോചനത്തിന് വേണ്ടി ഇവർ സംസാരിക്കില്ല? അവിടെ ഒന്നും ഇവർക്ക് സംസാരിക്കാൻ കഴിയില്ല. സംസാരിച്ചു കഴിഞ്ഞാൽ ഇവർക്കെതിരെയാകും ഈ പറയുന്ന ഇന്ത്യയിലെ ഇസ്ലാമിക വികാരം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നിലപാടും CPM എടുക്കാത്തത്. നമുക്കത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇനി മറ്റൊരു വസ്തുത കൂടെ പരിശോധിക്കാം. ഇവർക്ക് രാജ്യത്തിനോട് യാതൊരു മമതയും ഇല്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു മമത ഉണ്ടാവണമെങ്കിൽ രാജ്യത്തെ, സ്വന്തം നാടിനെ, പിറന്ന നാടിനെ, പെറ്റമ്മയെ പോലെ സ്നേഹിക്കാനുള്ള കഴിവ് വേണം. ഇവർക്ക് രാജ്യത്തോട് സ്നേഹമില്ല. രാജ്യസ്നേഹത്തിനോട് ഇവർക്ക് പരമപുച്ഛമാണ്. ഭാരതാംബയോടെ പുച്ഛം. ഭാരതാംബയെ പറയുന്നത് ഏതോ പതാക ഏന്തിയ ഏതോ ഒരു സ്ത്രീ എന്ന് വിശേഷിപ്പിക്കും. കാവിക്കൊടി ഏന്തിയ സ്ത്രീ. കാവിക്കൊടി എന്നും പറയില്ല അവര്. കാവിക്കൊടി എന്നൊക്കെ പറയുന്ന അലർജിയാണല്ലോ. പതാക ഏന്തിയ സ്ത്രീ എന്നാണ് പറഞ്ഞത്. ഏതോ പതാക ഏന്തിയ ഒരു സ്ത്രീ എന്നാണ് പറയുന്നത്. ആ ചിത്രത്തിന് മുമ്പ് മഹാത്മാഗാന്ധി വരെ വിളക്ക് കളിക്കുന്നുണ്ട്. അതെ, അല്ല, ഭാരത് മാതാ എന്ന് പറയുന്ന ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് മഹാത്മാഗാന്ധിയാണ്. ഈ പറയുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഭാരതാംബ. ആ ഭാരതാംബയ്ക്ക് വേണ്ടി ജീവൻ ചൊരിഞ്ഞവരാണ്. മലയാളത്തിലെ തന്നെ 100ഓളം കവികൾ ഈ പറയുന്ന ഭാരതാംബയുമായിട്ട് എഴുതിയിട്ടില്ലേ? ഈ പറയുന്ന ആരാണ് ഭാരതാംബ? അവർക്ക് പറയാൻ പറ്റില്ല. ഇവർ കമ്മ്യൂണിസ്റ്റ് കവികൾ മൊത്തം എഴുതിയിട്ടുണ്ടല്ലോ. പറയുമോ ഇവര്? അത് പറയില്ല. അതിന് കാരണം, അതെ, ഇവർക്ക് ഭാരതാംബയോട് എന്ന് പറയുന്ന, ഭാരതാംബയെ ബിംബവൽക്കരിച്ചാൽ രാജ്യത്തെ ജനങ്ങൾക്ക് രാജ്യത്തോട് സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ അത് ഇവരുടെ രാഷ്ട്രീയത്തിന് എതിരാകുമല്ലോ. അപ്പോൾ ഇവർക്ക് രാഷ്ട്രീയ വിജയം ഉണ്ടാവില്ല. ന്യൂനപക്ഷ പ്രകടനം നടത്തില്ല. ഇവിടെ ന്യൂനപക്ഷ പ്രകടനമല്ല ഇവർ നടത്തുന്നത്. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ പരമാവധി ഈ രാജ്യത്തിൻ്റെ ശത്രുക്കളാക്കി മാറ്റാനുള്ള നീക്കങ്ങളാണ് ഇവർ നടത്താറുള്ളത്. കൃത്യമായിട്ടൊന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. എന്താ ഭാരതാംബ ഇന്ത്യയുടെ അല്ല എന്ന് പറയുക എന്ന് പറഞ്ഞിട്ട് ന്യൂനപക്ഷങ്ങളെ ഇതിൽ നിന്നായിട്ട് അങ്ങനെ ഓരോ പ്രശ്നത്തിലും ഇവർ ഇടപെടുന്ന നിലപാടുണ്ട്. അപ്പോൾ ന്യൂനപക്ഷത്തിൻ്റെ കാര്യത്തിലായാലും രാജ്യത്തിൻ്റെ കാര്യത്തിലായാലും മാതൃരാജ്യത്തോടുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും ശരി തന്നെ ഇങ്ങനെ. അപ്പോൾ ഇവിടെ എന്താ, ഇവർക്ക് ഈ പറയുന്ന കോടതി കുത്തിയിലൊരു കുത്തുകൂടെ ഉണ്ട് കേട്ടോ. ബോംബെ കോടതി കുത്തിയത് പ്രളയത്തിലൊക്കെ നിങ്ങൾക്ക് ഇടപെട്ടിട്ടുണ്ട്. എന്താ പ്രളയത്തിൻ്റെ ഫണ്ട് ഇവിടെ പിരിച്ചു വെച്ചേക്കാ, കൊടുക്കുന്നില്ല. അപ്പോൾ കോടതി കുത്തിയിൽ അതും കൂടെ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. പ്രളയത്തിൻ്റെ പ്രശ്നമുണ്ടല്ലോ. ബോംബെ ഹൈക്കോടതി പത്രം വായിക്കാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ ബോംബെ ഹൈക്കോടതിയിലുള്ളത്. അപ്പോൾ അവർ വായിച്ചു കാണും 700 കോടി പിരിച്ചു വെച്ചിട്ട് എവിടെ കൊടുത്തത് എന്ന് അവർക്ക് തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും പ്രളയത്തിൻ്റെ കാര്യം പറഞ്ഞത് എന്നുള്ളതാണ്. എന്തായാലും CPM-നെ കനത്ത അടി കിട്ടിയിരിക്കുന്നു. ബോംബെ ഹൈക്കോടതിയിൽ നിന്ന് കൃത്യമായ വസ്തുതാപരമായ ഒരു വിധി വന്നിരിക്കുന്നു. രാജ്യത്തെ മനസ്സിലാക്കാത്തവർക്ക് ഈ രാജ്യത്തിൻ്റെ മുന്നിൽ, ഈ രാജ്യത്തിൻ്റെ ജനതയുടെ മുന്നിൽ ഒരു വിലയുമില്ല എന്നുള്ളതാണ് ശരിക്കും ജനങ്ങളുടെ കോടതി. ബോംബെ ഹൈക്കോടതി അതാ എല്ലാ കാലത്തും കൃത്യമായ വിധിന്യായങ്ങൾ ഉണ്ടായിട്ടുള്ള, ജനപക്ഷത്ത് നിൽക്കുന്ന നീതിയുടെ കോടതിയാണത്. അവിടെ നിന്ന് നീതിയുടെ വെളിച്ചമേൽക്കുമ്പോൾ ഈ പറയുന്ന ഇരുട്ട് നിറഞ്ഞ മനസ്സുകൾക്ക്, ചില കമ്മ്യൂണിസ്റ്റ് മനസ്സുകൾക്ക് പേടിച്ചോടേണ്ടി വരും എന്നുള്ളത് കൂടി ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്.